ആരോഗ്യമന്ത്രിക്കെതിരെ KSU പ്രവർത്തകരെ കരിങ്കൊടി കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ അപ്പോൾ തന്നെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിച്ചത്. KSU പ്രവർത്തകർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. പോലീസ് അതിന്റെ 10 ഇരട്ടിയോളം പോലീസ് ഉണ്ടായിരുന്നു. അവർ KSU പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിച്ചു. ആരോഗ്യമന്ത്രിയാണ് സത്യത്തിൽ ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ പോലീസ്, വനിതാ പോലീസും പുരുഷ പോലീസുകാരും ആരോഗ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്, അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അവരെ പിടിച്ചത്. അതാണ് ഞങ്ങൾക്കെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചത്. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചിട്ടില്ല. കഴുത്തിലിങ്ങനെ പിടിക്കുന്നതായിട്ട് കണ്ടു. അത് വാസ്തവവിരുദ്ധമായൊരു കാര്യം കെട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അറിവോടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാലോ MP രാഘവനെ ആരാണ് ആക്രമിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കോൺഗ്രസ് ആരെയും ആക്രമിച്ചിട്ടില്ല. സമാധാനപരമായിട്ട് തന്നെയാണ്. ഇത് കള്ളത്തരം ഉണ്ടാക്കിയതാണ്, കള്ളക്കേസാണ്, വളരെ പ്രകടമാണ്. ഏതെങ്കിലും ഒരു വിഷ്വലിൽ ആരോഗ്യമന്ത്രി ആരെങ്കിലും KSU പ്രവർത്തകര് സ്പർശിക്കുന്നതായിട്ട് കാണിച്ചു തരാമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. മറിച്ചാണ് യാഥാർത്ഥ്യം. തീർത്തും വാസ്തവവിരുദ്ധമാണ് ഈ പ്രചരണം. എന്ത് പരിക്കാണെന്ന് കാണിക്കണല്ലോ. നിങ്ങളെ കാണിക്കാമായിരുന്നല്ലോ. കയ്യിൽ കണ്ടു, നേരത്തെ ഉണ്ടായിരുന്ന കയ്യിലൊരു ചെറിയ ഒരു ചോപ്പുണ്ട് കയ്യിൽ. അത് നേരത്തെ ഫംഗ്ഷനിലുണ്ട്. അപ്പൊ നമുക്കറിയാലോ അത് എങ്ങനെ സംഭവിച്ചു. പരിശോധിക്കട്ടെ, അത് കാണിച്ചു തരാമല്ലോ. ഒരു വടി കൊണ്ടോ ഒരു കൈ കൊണ്ടോ ഒരു കരുവാളിപ്പുണ്ടാവും, ഒരു നീർ കെട്ടുണ്ടാവും. അപ്പോൾ പതിയാണ്, അതിനൊരു കുഴപ്പമില്ല. ഏത് CCTV കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഏത് അന്വേഷണത്തോട് ഞങ്ങൾ സഹകരിക്കും. ട്രെയിനിലേക്ക് നടന്നു പോകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു പാഞ്ഞെടുത്ത പ്രതിഷേധം അത് ശരിക്കും അതിപ്പോ നമുക്കറിയാം. നമ്മുടെ യുവജന സംഘടനകൾ ട്രെയിനിലേക്ക് നടന്നെടുക്കുമ്പോഴും കാറിലേക്ക് നടന്നെടുക്കുമ്പോഴും ഒക്കെ പ്രതിഷേധത്തിൽ